മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാഹ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. അവസാനം ഞാൻ പറഞ്ഞു ഇത് ഇവിടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് വീണ്ടും കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതും അതിനെ പരിപാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മെസ്സേജ് കാണുകയും അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ പ്രകാരം ഡൈവേഴ്സിനെ കുറിച്ച് 1-2 എപ്പിസോഡെങ്കിലും ചെയ്യണം. ബിബ്ലിക്കലായിട്ടുള്ള അടിസ്ഥാനം വിവാഹമോചനത്തെക്കുറിച്ച് എന്താണ്, ഇപ്പോഴത് ഒരുപാട് കൂടി വരുന്ന സാഹചര്യമാണല്ലോ. അതുകൊണ്ട് എന്താണ് എന്ന് ഒരു 2-3 പേര് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞു. നേരത്തെ ഞാൻ വിവാഹമോചനത്തെക്കുറിച്ച് ചുരുക്കമായി പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ ബിബ്ലിക്കൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും വേദവസ്വം എന്താണ് അത് പഠിപ്പിക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ വിവാഹമോചനത്തിൽ നിന്ന് എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില ആളുകൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ 2-3 എപ്പിസോഡും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹമോചനത്തെക്കുറിച്ച് ഡൈവേഴ്സിനെ കുറിച്ചുള്ള എപ്പിസോഡ് പറയണം എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ബൈബിള് എടുത്ത് പഠിക്കുമ്പോൾ അതിൽ കുറേ ഭാഗങ്ങൾ ബൈബിളിലെ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പല സമയങ്ങളിൽ റെഫറൻസിൽ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും വീണ്ടും ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്യാണ്. ഇത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് 7 years ഇതെല്ലാം ഞാൻ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ നിങ്ങൾക്കും നോക്കാവുന്നേ ഉള്ളൂ. അതെല്ലാം തന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്, അതിലുള്ളതാണ്. 40% വർധനവാണ് ഡൈവേഴ്സിനകത്ത് ഉണ്ടായിരിക്കുന്നത്. വിവാഹമോചനം എന്താ ഈ നമ്മൾ പറയുന്ന പോലെ ഈ കരിയപ്പില എടുത്ത് കളയുന്ന പോലെ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും പലപ്പോഴും ഉള്ളത്. കല്യാണം യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഒരു ചിന്ത, കാരണം അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക്. പണ്ടൊക്കെ റിപ്പയർ ചെയ്ത് വണ്ടികൾ യൂസ് ചെയ്യുമായിരുന്നു ആൾക്കാർ. അത് മാക്സിമം ഓടുന്നതിൻ്റെ അത്രയും ഓടട്ടെ എന്ന് വിചാരിച്ച് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ലല്ലോ. 3-4 വർഷം കഴിയുമ്പം വണ്ടി മാറ്റിയ പുതിയ വണ്ടി എടുക്കുന്നു എന്ന് പറയുന്ന പോലെ ജീവിതത്തിലെ മാരേജും അതിൻ്റെ പ്രിൻസിപ്പിളും അതിലുള്ള ദൈവഹിതവും എന്താണെന്ന് ചിന്തിക്കാതെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരു സെപ്പറേഷൻ, മാനസികമായൊരു സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ശാരീരികമായിട്ടും മാറി പിന്നെ ഡൈവേഴ്സിലേക്ക് ചെല്ലുന്ന അനുഭവം ഇന്ന് ധാരാളമായി കാണുന്നു. കാരണം ഈ 40% വർധനമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് ഏത് രീതിയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ 2016 19,233 കേസുകൾ ഉണ്ടെങ്കിൽ 2022 ആകുമ്പോഴത്തേക്ക് 26,976 കേസും 2024 ആയപ്പോഴത്തേക്ക് 29,000 കേസ്. ഇത് കുടുംബക്കോടതിയിലുള്ള കേസുകളുടെ കാര്യമാണ് പറയുന്നത്. ഇത് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ എണ്ണമാണ് പറഞ്ഞത്. എറണാകുളമാണ് ഏറ്റവും ഹയസ്റ്റ്, ട്രിവാൻഡ്രമാണ് സെക്കൻഡ് ഹയസ്റ്റ്, പിന്നെ കൊല്ലം, പത്തനംതിട്ട ഇങ്ങനെ പോകുന്നതായിട്ടേ കാണുന്നു. ഒരുപാട് റീസൺസ് ഉണ്ട്. പ്രത്യേകിച്ചും കുടുംബജീവിതത്തിലെ ഹേറ്റ്രഡുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടുപേരും ഫ്രീ ആണല്ലോ. ഇപ്പോഴേ ഫ്രീ ആണ്, രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ചിന്താഗതികളുണ്ട്. 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. 2 ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാണും, 2 ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടുകൾ കാണും. അതുപോലെ ഭവനത്തിലുള്ള 2 പേഴ്സണാലിറ്റീസ്, അവർ ഭവനത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന പേഴ്സണാലിറ്റീസാണ്. ഇതെല്ലാം വെച്ച് ഒരുമിച്ച് പോകാനായിട്ട് വരാത്ത ഒരു സാഹചര്യങ്ങളിൽ പലപ്പോഴും കുടുംബത്തിലെ വയലൻസ് ആരംഭിക്കും. ഫിസിക്കൽ ഒത്തിരി റീസൺസ് ഉണ്ട്. ഡൊമസ്റ്റിക് വയലൻസ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അബ്യൂസ്, പിന്നെ അതുപോലെ തന്നെ സ്നേഹം കിട്ടുന്നില്ല എന്ന് തോന്നിക്കൊണ്ട് ഓരോ പാർട്ട്ണറും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകും. ചില ഭവനങ്ങളിലൊക്കെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ബോഡി ഷെയ്മിങ്. അവളുടെ ബോഡി അത്രയും കേപ്പബിൾ അല്ല എന്നുള്ള ഷെയിം ചെയ്യുക. പിന്നെ അത് ഡവറി റിലേറ്റഡ് ഇഷ്യൂസാണ്. ഡവറി റിലേറ്റഡ് ഇഷ്യൂസ്, സ്വർണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്ത്രീധനം കുറഞ്ഞു പോയി, ഷെയർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഡവറി ഇഷ്യൂസ്. പിന്നെ അതുപോലെ ചില കുടുംബങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോഴൊരു ശൂന്യത പോലെ കുടുംബത്തിൽ വന്നിട്ട് വേറൊരു ആളെ
താല്പര്യം കാണിച്ച് പോവുക. പിന്നെ ഭർത്താവും ഭാര്യയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സിന് അല്ലെങ്കിൽ ആൽക്കഹോള് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷന് ആയിത്തീരുന്ന സിറ്റുവേഷൻ. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇൻകം ഉള്ളപ്പോഴേ ഈഗോ ഇഷ്യൂസ്, ആരാണ് വലിയവൻ എന്നുള്ള ചിന്ത വന്ന് ഈഗോ ഇഷ്യൂസ്. ഇങ്ങനെയൊക്കെയുള്ള ഇത്തിരി റീസൺസാണ് നോർമലി ഡൈവേഴ്സിന് കാണുന്നത്. പ്രത്യേകിച്ചും അൺഫോർഗീവ്നെസ്സും ഹേറ്റ്രഡും ഫാമിലിയിൽ വന്നതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് കാരണം വേറൊരു കാര്യം അതിനകത്ത് ശ്രദ്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയതൊന്ന് വ്യത്യസ്തമായി ഇപ്പോഴ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്, കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്, ഇൻകം അവർ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് അവരെപ്പോഴും ചില ആളുകൾ ചില സപ്രഷൻ അല്ലെങ്കിൽ ചില ഭവനത്തിലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനങ്ങളോ ഒന്നും ഏൽക്കാനായിട്ട് പ്രിപ്പയർഡ് അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അതനുസരിച്ച് അവർ ഫ്രീഡം ആഗ്രഹിച്ച് സെപ്പറേഷൻ ആഗ്രഹിക്കുന്ന കേസുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. ഒറ്റയ്ക്ക് ഫ്ലാറ്റ് എടുത്ത് സ്ത്രീകൾ താമസിക്കുന്ന കേസ്, ഡൈവേഴ്സ് ആവാതെ പോലും സ്ത്രീകൾ ഒറ്റയ്ക്ക് ഫ്ലാറ്റ് എടുത്ത് താമസിച്ച് ഭർത്താവുമായിട്ട് ഇടയ്ക്ക് ഫോണിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ലൈഫുള്ള ഒത്തിരി സ്ത്രീകളുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു, നേരത്തെ ഇതെല്ലാം സംസാരിച്ചാണ്. 28 കോർട്ടുകളിലെ ഫാമിലി കോർട്ടുകളിലെ 75 ഡൈവേഴ്സ് പെറ്റീഷൻസ് പെർ ഡേ കിട്ടുന്നുണ്ട്. കേരളത്തിലുള്ള കാര്യമാണ് പറയുന്നത്. കേരള ഈസ് കോൾഡ് ആസ് എ ഡൈവേഴ്സ് ക്യാപിറ്റൽ ഓഫ് നോട്ട് ഇന്ത്യ, ഡൈവേഴ്സ് ക്യാപിറ്റൽ ഓഫ് ഏഷ്യ എന്നാണ് പറയുന്നത് കേരള. അത്രയ്ക്ക് കേരളത്തിലെ കൂടുതൽ, കാരണം ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടല്ലോ. വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ചാണ് പ്രശ്നങ്ങൾ കൂടി വരുന്നത്. ശരിക്കും വിദ്യാഭ്യാസം അന്ധകാരത്തെ മാറ്റുന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും പല രീതിയിൽ പൈശാചികൻ്റെ കളി അവിടെ നടക്കുകയും അന്ധകാരം കൂടുകയും ചെയ്യുന്നുണ്ട്. 1.96 lakh ഡൈവേഴ്സ്ഡ് വുമൺ ഇൻ കേരള. കേരളത്തിലുള്ള സെൻസസ് ആണ്. 1.96 ലക്ഷം സ്ത്രീകൾ ഡൈവേഴ്സായിട്ട് കേരളത്തിലുണ്ട്. അതിൻ്റെ ആ ഒരു വ്യാപ്തി എത്ര വലുതാണ് എന്ന് നമ്മൾ ഓർക്കുക. ഈ നാളുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സെക്ടർ, പൊതുവെ ലിറ്ററേറ്റിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് IT മേഖല. IT കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്ത് 2010 ആയപ്പോഴത്തേക്ക് കുറേ വന്ന് ഓരോ വർഷവും അത് കൂടിക്കൂടി വരികയാണ്. ഇപ്പം കഴിഞ്ഞ 10-20 വർഷമായിട്ട് IT മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുമൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ഇന്ന് ഇൻവോൾവ് ചെയ്യുന്ന IT ഫീൽഡിലാണ്. ഈ IT ഫീൽഡിൽ ഉള്ള ഈ യൂത്തിൻ്റെ ഇടയിൽ ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നങ്ങളും സ്നേഹമില്ലായ്മയുടെ പ്രശ്നങ്ങളും ഓവർലോഡ് വർക്കിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ട് ഇന്ന് ഡൈവേഴ്സിൻ്റെ ഒരു വലിയ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ്റെ ഒരു വലിയ, പലരും ഡൈവേഴ്സ് ആയിട്ടില്ല കേട്ടോ, സെപ്പറേഷൻ ജീവിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിളിലേക്ക് പ്രവേശിക്കുകയാണ്. ബൈബിളിൽ എന്താണ് ഡൈവേഴ്സിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ഇന്നും നാളെയും അതിൻ്റെ ചില ചിന്തകളും അതിനോട് ചേർന്ന് അതിൽ നിന്ന് അത് ഈ ഫാമിലിയെ പിശാച് അറ്റാക്ക് ചെയ്യുന്ന വിധങ്ങളും ഒക്കെ പറഞ്ഞ് ഇത് നമുക്ക് 2-3 എപ്പിസോഡ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേരൻറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. പഴയ നിയമം എടുത്തു കഴിയുമ്പോൾ ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 24-ാം അധ്യായത്തിലെ ഒരു മോശ കൊടുത്ത കൽപ്പനയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഡ്യൂട്രോണമി 24 verses 1-4. ഈ ഭാഗം കോട്ട് ചെയ്തുകൊണ്ടാണ് യേശുവിനെ പരീശന്മാർ ചോദ്യം ചോദിച്ചത്. അത് ഞാൻ ഇത് തുടർന്ന് വായിക്കുന്നതാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ടെടുത്ത് രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയ്ക്ക് മുമ്പേ അറുപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. ഇവിടെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹശേഷം അവൾ ദൂഷ്യമായ വല്ലതും കണ്ടാൽ
അവൾക്ക് ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ അയക്കണം എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ ഡ്യൂട്രോണമി 24:1 പറയുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വരുമ്പോൾ 19-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സാധാരണ മാരേജ് സെറമണിയിലൊക്കെ വായിക്കുന്നൊരു ഭാഗമാണ്. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓർക്കുക. ഡ്യൂട്രോണമി 24-ാം അധ്യായത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് ഇത് സംസാരിക്കുന്നത്. അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അന്നേരം ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ, ഭാര്യ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ ചോദിക്കുന്നത്. അതിന് ഉത്തരം 4-ാം വാക്യം തൊട്ടാണ് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. നമ്മളൊരു എപ്പിസോഡ് തന്നെ പൂർണ്ണമായിട്ട് ഇതിന് ചെയ്തിട്ടുണ്ട് നേരത്തെ, ഭാര്യയോട് എങ്ങനെയാണ് പറ്റിച്ചേരുന്നത്. ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? 6-ാം വാക്യത്തിലെ അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകിയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞ വാക്കാണ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് മാരേജിലുണ്ട് എന്ന് നമ്മൾ പഠിപ്പിച്ചു. കാരണം 2 പേര് ഒരു ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ മുപ്പിരിച്ചരട് മൂന്നാമതൊരു ചരടായിട്ട് ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. ദൈവം കൂടെയാണ് അത് യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ബലപ്പെട്ടതാണ്. അതുകൊണ്ട് അത് വേർപിരിക്കാൻ പാടില്ല എന്ന് യേശു അവിടെ പഠിപ്പിക്കുന്നു. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ അവനോട് ഉടനെ വീണ്ടും ചോദിക്കുകയാണ്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചതെന്ത്? നേരത്തെ വായിച്ച ഭാഗമാണ് ഡ്യൂട്രോണമി 24:1 വായിച്ചത്. ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചതെന്ത്? യേശുവിന് ഉത്തരം പറയുകയാണ് 8-ാം വാക്യത്തിൽ. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യയെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. 9-ാം വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അന്നേരം ഉപേക്ഷിക്കരുത്. പരസംഗം നിമിത്തം ഉപേക്ഷിച്ചിട്ട് വേറൊരാളിനെ വിവാഹം ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് പഴയ നിയമത്തെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. പരസംഗമല്ലാതെ വേറെ ഒരാളെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിനെ വിവാഹം കഴിക്കാൻ പാടില്ല, അത് വ്യഭിചാരമാണ്. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവളും വിവാഹം കഴിക്കുന്ന വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അന്നേരം ശിഷ്യന്മാർ അവനോട് പറയാം, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ഇത് ശിഷ്യന്മാർ അവനോട് പറയുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ആർക്കാണ് വിവാഹം കഴിക്കുക? കാരണം ആ സമയത്ത് ആളുകൾ ഹൃദയകാഠിന്യത്തിൽ എങ്ങനെയെങ്കിലും സ്ത്രീയെ ഉപേക്ഷിച്ച് വേറൊരാളിനെ കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തയിലൊക്കെയാണ് ചെയ്യുക. കാരണം അന്ന് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ അറിയാം, അവർക്ക് യാതൊരു സ്ഥാനവും സമൂഹത്തിലില്ലായിരുന്നു. അവരുടെ പ്രാർത്ഥന തന്നെ ഇതാണ്, ഞാനൊരു ഒരു പുറംജാതി ആകരുത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആകരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കാരണം അവരൊരു പട്ടിയെ പോലെയാണ് അന്ന് കരുതിയിരുന്നതെന്ന് മനസ്സിലാക്കണം. ആ സമയത്ത് അത്രയ്ക്ക് അവരെ ഡൗൺ ട്രോഡനായിട്ട് അവരെ ട്രീറ്റ് ചെയ്തിരുന്നുവെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അതൊരു മോർ ദാൻ എ പേഴ്സണാലിറ്റി, അതൊരു തിങ്ങായിരുന്നു, ഒരു വസ്തുവായിട്ട് കണ്ട് അതിനെ ഉപയോഗിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ആ ഒരു ചോദ്യം തന്നെ അവിടെ വരുന്നത്. എല്ലാം സ്ത്രീയുടെ കാര്യമാണല്ലോ പറയുന്നത്. ഭാര്യ ഉപേക്ഷിക്കുക, ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന കാര്യമൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഭാര്യ ഉപേക്ഷിക്കുക അന്നേരം എന്താണ് ഇവിടെ പറയുന്നത്? യേശുക്രിസ്തു പറയുന്നത് പരസംഗം അല്ലാതെ വിവാഹമോചനം പാടില്ല എന്നാണ് യേശു പഠിപ്പിച്ചത്. അത് മാത്രമല്ല, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്നും പറയുന്നു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടി ബൈബിളിൽ വായിക്കാം. മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15 ലാസ്റ്റും 16. തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. വായിച്ചാൽ അറിയാം, നേരത്തെയുള്ള വാക്യങ്ങളിൽ അവിശ്വസ്തത കാണിക്കുന്ന കാര്യം പറയുന്നുണ്ട്. കാരണം യഹൂദന്മാരും ഈവൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകന്മാർ പോലും അവിശ്വസ്ത കാണിക്കുന്നുണ്ട്. 15-ാം വാക്യത്തിൻ്റെ അവസാനം, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്ത കാണിക്കരുത്, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നുവെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു.
അത് ചെയ്യുന്നവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇവിടെയും പറയുന്ന ഉപേക്ഷണം വെറുക്കുന്ന ദൈവം. ഐ ഹെയ്റ്റ് ഡൈവേഴ്സ്. ഡൈവേഴ്സ് വെറുക്കുകയാണ്, ദൈവം വെറുക്കുകയാണ്. അതുകൊണ്ട് ദൈവം ഇവിടെ ഒരിക്കലും തന്നെ വിവാഹമോചനത്തെ ന്യായീകരിക്കുന്നില്ല, സാധൂകരിക്കുന്നില്ല. ഈവൻ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ഈ പരസംഗം മൂലം ഉപേക്ഷിച്ചവരെ പോലും സ്വീകരിക്കാനായിട്ട് ഹോശയോട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഡൈവേഴ്സിനെ ദൈവം പെർമിറ്റ് ചെയ്യുന്നില്ല. ദൈവം പറയുന്നത് വിവാഹമോചനം ഞാൻ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ചിന്ത വരും, വിവാഹമോചിതരെ എല്ലാം നമ്മൾ വെറുക്കണം എന്നുള്ള. അങ്ങനെയല്ല, വിവാഹമോചനം വെറുക്കുന്നു, വിവാഹമോചിതരെല്ലാം നരകത്തിൽ പോകും എന്നും അവിടെ ഒരു മീനിങ് ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ വിവാഹം മോചിതരാകണം എന്നല്ല പറഞ്ഞത്. വിവാഹമോചിതൻ ആകാനായിട്ടുള്ള അല്ലെങ്കിൽ വിവാഹമോചിത ആകാനായിട്ടുള്ള ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് പരസംഗമാണ്. പരസംഗം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പുറത്ത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷന് പോകുന്നതാണ് വിവാഹമോചനത്തിനൊരു റീസൺ എന്ന് ഇവിടെ പറയുന്ന ബൈബിൾ പഠിപ്പിക്കുന്ന അതാണ്. അതുകൊണ്ട് അവർ ഒരു ശരീരമായിരിക്കുമ്പോഴേ വേറൊരു ശരീരമാകാനായിട്ട് പാടില്ല എന്നുള്ളത്. നേരത്തെ ഞാൻ നമ്മുടെ സെലക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. ഇനിയും നമ്മൾ അതിനെക്കുറിച്ച് റീസൺ ഫോർ ഡൈവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. ബൈബിൾ അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഇനിയും തുടർന്ന് ഇതിനകത്തൊരു 3-4 പോയിന്റ് യേശുക്രിസ്തു പറഞ്ഞത് നമ്മൾ അതുപോലെ പൗലോസിൻ്റെ പഠിപ്പിക്കലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ബൈബിള് നമ്മളോട് പറയുന്നത് വിവാഹമോചനം പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യൻ ഇവിടെ മലാക്കിയുടെ സമയത്ത് മനുഷ്യന് ഹൃദയകാഠിന്യം നിമിത്തം ആ സമയത്ത് മലാക്കിയുടെ പീരീഡിലൊക്കെ അറിയാം, എങ്ങനെങ്കിലും ഒരു സ്ത്രീയെ ഉപേക്ഷിച്ച് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് ഉപേക്ഷിച്ചിട്ട് അടുത്തൊരു സ്ത്രീയെ നമ്മുടെ നാട്ടുഭാഷയെ പറയുന്ന പോലെ അടുത്തൊരു സ്ത്രീയെ പ്രാപിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് അന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല, ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണെന്ന് ഡൈവേഴ്സിന് താല്പര്യപ്പെടുകയും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ചും നേരത്തെ ഞാൻ പറഞ്ഞ ഇൻകം കൂടി ജനറേറ്റ് ചെയ്ത് കൂടുതൽ വരുമാനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്ക് പലപ്പോഴും ഒരു കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാമിലി ലൈഫിലുള്ള സ്ട്രഗിൾ ഏറ്റെടുക്കാനും ഉള്ള ഒരു കപ്പാസിറ്റിയും അതിനുള്ള താല്പര്യങ്ങളും ഇല്ല. നേരത്തെ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു, ഇപ്പം കൂട്ടുകുടുംബം ഇല്ല. കൂട്ടുകുടുംബം ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയാണ് കോൺഫ്ലിക്റ്റുകളെന്ന് മനസ്സിലായി. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം എന്തൊക്കെയാണ് കോൺഫ്ലിക്റ്റുകൾ ഫാമിലിയിൽ ഉണ്ടാകുന്നത്. ആ കോൺഫ്ലിക്റ്റുകളിൽ നിന്ന് എങ്ങനെയാണ് അതിന് നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടതൊക്കെ നമ്മൾ പഠിച്ചു. അതിനൊരു ഷോർട്ട് കട്ട് അല്ല ഡൈവേഴ്സ്. എന്നാൽ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഉടുപ്പ് മാറുന്നത് പോലെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും ഒക്കെ മാറ്റുന്ന ഒരവസ്ഥ, അത് നമ്മൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിവാഹമോചനം ദൈവം അനുവദിക്കുന്ന ഒന്നല്ല എന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് കണ്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഹെസ്കേൽ പ്രവചനം നമ്മൾ എടുത്തു നോക്കിയാൽ 16-ാം അധ്യായത്തിലെ ദൈവം ഏതൊക്കെ രീതിയിൽ നിങ്ങൾ സമയമുള്ളവർ വായിക്കുക. എഹെസ്കേൽ പ്രവചനം ശരിക്കും അത് യെരുശലേമിനെ കുറിച്ച് അല്ലെങ്കിൽ യഹൂദ ജനത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കളെക്കുറിച്ചുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഒരു ഉപമയായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതിലെ 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 38-ാം വാക്യം, 59-ാം വാക്യം, 60-ാം വാക്യം, ഇതിലെല്ലാം തന്നെ ദൈവത്തിൻ്റെ ന്യായവിധി ഈ ഡൈവേഴ്സ് അല്ലെങ്കിൽ പരസംഗം ചെയ്യുന്നവരുടെ മേൽ വരുന്ന കാര്യവും അവസാനം ദൈവം എല്ലാം ക്ഷമിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യമൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം നിങ്ങൾ വായിക്കുക. നിങ്ങൾ ഞാനിന്നിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾ കമൻറ്റുകൾ ആ കമൻറ്റ് ബോക്സിലിടുക. ഞാൻ പറഞ്ഞതിനോട് ചിലർക്കെങ്കിലുമൊക്കെ എതിരഭിപ്രായം കാണും. ഡൈവേഴ്സ് വേണം, അതാണ്, എങ്ങനെ ജീവിച്ചു പോകും, എങ്ങനെ, അന്നേരം അതിൻ്റെയുള്ള ഉത്തരം അടുത്ത എപ്പിസോഡുകളിൽ പറയാം. എങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോവുക, ഈ തട്ടിമുട്ടി ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാണ് എൻജോയ്മെൻറ്റ് ഇൻ ദ ഫാമിലിയിലുള്ള എൻജോയ്മെൻറ്റ്, അതിൻ്റെ ഫാമിലിയിലുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ നേരത്തെ ഞാൻ സംസാരിച്ചാണ്. അതില്ലാത്തടത്താണല്ലോ ഡൈവേഴ്സ് വരുന്നത്. അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും പറഞ്ഞാണ്.
നിങ്ങൾ തീർച്ചയായും ആ പഴയ എപ്പിസോഡ് ജസ്റ്റ് മുമ്പിലുള്ള 2-3 എപ്പിസോഡുകൾ നിങ്ങൾ വെരിഫൈ ചെയ്താൽ അത് മനസ്സിലാവും. അതിന് വിപരീതമായിട്ടുള്ള ഡൈവേഴ്സ് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലെ നമ്മുടെ കുടുംബങ്ങളെ സ്നേഹത്തോട് വർത്തിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം കൃപയൊരുക്കട്ടെ. മുപ്പിരിച്ചവരുടെ അറ്റുപോവുകയില്ല. ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് അറ്റുപോവുകയില്ല എന്ന് മനസ്സിലാക്കി നമുക്ക് ദൈവസേനയിൽ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ മനസ്സിലാക്കുന്ന പോലെ യേശുക്രിസ്തു ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതാണ്. വിവാഹമോചനം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നല്ല. ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. കർത്താവേ, ഇന്ന് ധാരാളം വിവാഹമോചനങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ, ഒരുപാട് കേസുകൾ കുടുംബ കോടതിയിൽ പെൻഡിങ് ആയിട്ടിരിക്കുന്ന കേസുകൾ, അനേകം പ്രയർ റിക്വസ്റ്റുകൾ ഈ ദിവസങ്ങൾ കർത്താവെ ഞങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാച് പല രീതിയിലെ കുടുംബങ്ങളെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഈ സന്നദ്ധത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ ബന്ധത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, കർത്താവെ സ്വരച്ചേർച്ചയില്ലാതെ കർത്താവെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ, സ്നേഹമില്ലാതെ പാർക്കുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഇഷ്യൂസിൽ പ്രയാസപ്പെടുന്നത്, തേർഡ് പാർട്ടി ഇൻ്റർഫിയർ ചെയ്ത് പ്രയാസപ്പെടുന്നത്, ഈ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്യോന്യം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് സ്നേഹത്തോടുകൂടി വർത്തിച്ച് ബലപ്പെടുവാനായിട്ട് ദൈവം കർത്താവെ ഈ ദിവസങ്ങളിൽ അവരെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഏതെങ്കിലും കർത്താവെ അനുഗ്രഹങ്ങളെ നന്മകളെ ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് ഈ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ നന്മകൾ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കുടുംബങ്ങളിൽ കർത്താവെ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ചില കുടുംബങ്ങൾ ഇത് കാണുകയും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിലെ വലിയ നിരാശയുണ്ട്, അവർക്ക് ഒരുമിച്ച് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അറിയാത്ത വഴികളിൽ നിന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ കേട്ട് കർത്താവ് ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു യു. ഒന്നും നിനക്ക് അസാധ്യമായിട്ടില്ല കർത്താവെ. ഞങ്ങൾ ഈ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഗർഭത്തെ തുറക്കണമേ, കുഞ്ഞിനെ ദാനമായി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കരയുന്ന കുടുംബങ്ങളെ ദൈവമേ നീ ശക്തീകരിക്കണമേ. ഭയത്തിൻ്റെ എല്ലാ ആത്മാവും അവിടുന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും വാച്ച് ചെയ്യണം. നമ്മൾ ഡൈവേഴ്സിൻ്റെ ബിബ്ലിക്കൽ കൺസെപ്റ്റിലേക്ക് നമ്മൾ കയറിയതാണ്, തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പം 1-2 എപ്പിസോഡ് കൊണ്ട് നമുക്ക് തീർക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ആർക്കെങ്കിലും നിങ്ങളിത് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് പ്രയോജനമായി തീരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.